ശീർഷകം നമ്മൾ വൈകിയാണ് കണ്ടുമുട്ടിയത്. ചില പ്രണയങ്ങൾ സമയത്ത് വരില്ല, വൈകിയാണ് വരുന്നത്. പക്ഷെ വരുമ്പോൾ അത് ജീവിതം മുഴുവൻ മാറ്റും. കൊച്ചി നഗരത്തിലെ ഒരു ബുക്ക് കഫേ. പഴയ പാട്ടുകൾ പിന്നിൽ മൃദുവായി കേൾക്കുന്നു. പുസ്തകത്തിന്റെ പേജുകൾ തിരിച്ച് ഇരിക്കുകയായിരുന്നു അരവിന്ദ്. 40 വയസ്സ്, വിവാഹമോചിതൻ, ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ കണ്ട മനുഷ്യൻ. അപ്പോൾ അരവിന്ദ്? അവൻ തലയുയർത്തി. നന്ദിത. കോളേജ് കാലത്തെ അവന്റെ പ്രണയം. 20 വർഷങ്ങൾക്ക് ശേഷം. സമയം അവളുടെ മുഖത്ത് ചെറിയ വരകൾ വരച്ചിരുന്നു. പക്ഷെ കണ്ണുകൾ? അതെ. അധ്യായം 2. പറഞ്ഞിട്ടില്ലാത്ത കഥ. അവരിരുന്ന് സംസാരിച്ചു. നീ സന്തോഷമാണോ? നന്ദിത ചോദിച്ചു. അരവിന്ദ് ചെറുതായി ചിരിച്ചു. സന്തോഷമൊരു സ്ഥിരം വികാരമല്ല. അവൾ മനസ്സിലാക്കി. കാരണം അവളും വിധവയായിരുന്നു. ജീവിതം ഇരുവരെയും വേറിട്ട വഴികളിലൂടെ നയിച്ചു. പക്ഷെ ആ ദിവസം അവരുടെ ഹൃദയം വീണ്ടും പഴയ വഴിയിലേക്ക് തിരിഞ്ഞു. അധ്യായം 3. പേടി. നമ്മൾ വീണ്ടും തുടങ്ങാമോ? അരവിന്ദ് ചോദിച്ചു. നന്ദിത മിണ്ടാതെ നിന്നു. നമ്മളിപ്പോൾ കുട്ടികളല്ല. നമ്മൾക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട്, മുറിവുകളുണ്ട്. അരവിന്ദ് ശാന്തമായി പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾക്ക് പരസ്പരം ആവശ്യം. അധ്യായം 4. പക്വമായ പ്രണയം. ഈ പ്രണയം യൗവനത്തിലെ പോലെ ആവേശകരമല്ല. ഇത് ശാന്തമാണ്, ആഴമുള്ളത്, പരസ്പരം ബഹുമാനിക്കുന്നതും. അവർ ദിവസവും മണിക്കൂറുകൾ സംസാരിച്ചില്ല. പക്ഷെ ഒരു സുഖമാണോ? അത് മതിയായിരുന്നു. അവർ പരസ്പരം മാറ്റാൻ ശ്രമിച്ചില്ല. പക്ഷെ പരസ്പരം മനസ്സിലാക്കാൻ ശ്രമിച്ചു. അധ്യായം 5. തീരുമാനം. ഒരു വൈകുന്നേരം മറൈൻ ഡ്രൈവിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നന്ദിത പറഞ്ഞു. എനിക്കിനി പേടിയില്ല. ജീവിതം വീണ്ടും വേദനിപ്പിച്ചാലും ഈ പ്രണയം അനുഭവിക്കാതെ പോകുന്നതാണ് കൂടുതൽ വേദന. അരവിന്ദ് അവളുടെ കൈ പിടിച്ചു. നമ്മൾ വൈകിയാണ് കണ്ടുമുട്ടിയത്, പക്ഷേ ശരിയായ സമയത്ത്. അവസാന ഭാഗം. ചില പ്രണയങ്ങൾ കൈകോർത്തോടില്ല. അവ ശാന്തമായി നടക്കും. ഒരാളുടെ വേദന മറ്റൊരാൾ കേൾക്കും. ഒരാളുടെ മൗനം മറ്റൊരാൾ മനസ്സിലാക്കും. അത് ആഴമുള്ളത്, പക്വമായത്, നിശ്ശബ്ദമായത്. പക്ഷെ ഏറ്റവും ശക്തമായത്. കാരണം അത് ആവേശം കൊണ്ടല്ല, തിരഞ്ഞെടുപ്പ് കൊണ്ടാണ്. അവൾ കാത്തിരുന്ന വിളക്ക്. ആലപ്പുഴയിലെ ഒരു ചെറിയ ഗ്രാമം. കടൽക്കാറ്റും തേങ്ങിൻ മരങ്ങളും സന്ധ്യാസമയത്തെ ചുവന്ന ആകാശവും ആ ഗ്രാമത്തിന്റെ സൗന്ദര്യം. ആ ഗ്രാമത്തിലെ പഴയ വീടിന്റെ മുകളിലത്തെ മുറിയിൽ ദിവസവും വൈകുന്നേരം ഒരു വിളക്ക് തെളിയും. ആ വിളക്ക് തെളിക്കുന്നവൾ മേഘന. മേഘനയ്ക്ക് ഒരു പതിവുണ്ടായിരുന്നു. പ്രതിദിനം വൈകുന്നേരം 6 മണിക്ക് അവൾ മുകളിലെ ജനലിനരികിൽ ഒരു വിളക്ക് തെളിക്കും. ഗ്രാമത്തിലെല്ലാവർക്കും അറിയാമായിരുന്നു, ആ വിളക്ക് ആരെയോ കാത്തിരിക്കുന്നു. 5 വർഷം മുൻപ് ആ വീട്ടിൽ നിന്നും പോയിരുന്നു രോഹൻ. ഒരു സാധാരണ മീൻപിടുത്തക്കാരന്റെ മകൻ. പക്ഷേ സ്വപ്നങ്ങൾ വലിയവ. വിദേശത്ത് ജോലി കിട്ടി. പോകുന്നതിനു മുമ്പ് അവൻ മേഘനയോട് പറഞ്ഞു, നീ ഈ ജനലിൽ ഒരു വിളക്ക് തെളിച്ചാൽ ഞാൻ എവിടെയായാലും അത് കാണാൻ കഴിയുമെന്ന് കരുതാം. അവൾ ചിരിച്ചു. നിനക്ക് കടലിന്റെ അപ്പുറം നിന്ന് കാണാമോ? ഹൃദയത്തോടെ കാണാം, അവൻ മറുപടി പറഞ്ഞു. ആദ്യ വർഷം ദിവസവും വിളികളും സന്ദേശങ്ങളും. 2ാം വർഷം കുറച്ചുമാത്രം. 3ാം വർഷം മുതൽ നിശബ്ദത. ഗ്രാമക്കാർ പറഞ്ഞു, അവൻ തിരിച്ചുവരില്ല, മറ്റൊരു ജീവിതം കണ്ടെത്തിയിരിക്കാം. പക്ഷെ മേഘന വിശ്വസിച്ചു. അവൻ വാഗ്ദാനം നൽകിയിട്ടുണ്ട്, അവൾ പറയുമായിരുന്നു. ഒരു രാത്രി കടലിൽ വലിയ കൊടുങ്കാറ്റ്. മേഘന ജനലടികിൽ വിളക്ക് തെളിച്ചു. ഇന്നുപോലും അവൻ വരില്ലെങ്കിൽ എന്നവളുടെ മനസ്സ് ചോദിച്ചു. അവൾ കണ്ണുകൾ അടച്ചു. എങ്കിലും ഞാൻ കാത്തിരിക്കും. അടുത്ത ദിവസം രാവിലെ ഗ്രാമത്തിൽ വാർത്ത പടർന്നു. കടലിൽ ഒരു കപ്പൽ അപകടത്തിൽപ്പെട്ടു. ചിലർ രക്ഷപ്പെട്ടു, ചിലർ കാണാതായി. മേഘനയുടെ ഹൃദയം വിറച്ചു. രോഹന്റെ പേര് പട്ടികയിലില്ലായിരുന്നു. പക്ഷെ കാണാതായവരുടെ പട്ടികയിലുമില്ല. അവൾ വീണ്ടും വിളക്ക് തെളിച്ചു. മാസങ്ങൾ കടന്നു. ഒരു ദിവസം വൈകുന്നേരം മഴ പെയ്യാൻ തുടങ്ങി. വാതിലിലൊരു തട്ടൽ. മേഘന തുറന്നു. വാതിലിനു മുമ്പിൽ ഒരു ക്ഷീണിതനായ യുവാവ്. താടി വളർന്നത്, കണ്ണുകളിൽ ക്ഷീണം. മേഘന? അവൾ ഒരു നിമിഷം വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. രോഹൻ? അവൻ തലകുനിച്ചു. കടലിൽ അപകടം സംഭവിച്ചു. ഞാൻ രക്ഷപ്പെട്ടു. പക്ഷെ ഓർമ്മകൾ നഷ്ടപ്പെട്ടു.
കുറച്ചു മാസങ്ങൾക്ക് ശേഷം മാത്രമേ എല്ലാം ഓർമ്മ വന്നുള്ളൂ. എന്താണ് നിന്നെ ഇവിടെ എത്തിച്ചത്? അവൾ കരഞ്ഞുകൊണ്ട് ചോദിച്ചു. രോഹൻ മുകളിലേക്ക് നോക്കി. ജനലിൽ തെളിഞ്ഞിരുന്ന ആ വിളക്ക്. എന്റെ മനസ്സ് അതൊരിക്കലും മറന്നില്ല. അന്ന് രാത്രി ഗ്രാമത്തിൽ വീണ്ടുമൊരു സന്തോഷവാർത്ത. അവൻ തിരിച്ചുവന്നു. മേഘന് ജനലരികിൽ നിന്നു. ഈ സമയം അവൾ ഒറ്റയ്ക്കല്ല. രോഹൻ അവളുടെ പക്കൽ നിന്നു. ഇനി വിളക്ക് തെളിക്കണോ എന്നവൻ ചോദിച്ചു. അവൾ ചിരിച്ചു. ഇനി വേണ്ട, നീ വീട്ടിൽ തന്നെ. കഥയുടെ പാഠം: സത്യമായ സ്നേഹം സമയം കൊണ്ടോ ദൂരം കൊണ്ടോ മാഞ്ഞുപോകില്ല. വിശ്വാസമുണ്ടെങ്കിൽ അത് വഴി കണ്ടെത്തും.